ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇന്ന് 7 മണിക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ വൺസ് അഗൈൻ തല ദർശനം തുടങ്ങുകയാണ്. എന്താ പറയാ, ഏപ്രിൽ 10 എന്നൊക്കെ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള റിലീസിങ് ഡേറ്റിനെ കുറിച്ചിട്ട്. സോ ടീസറിന് മുമ്പ് തന്നെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സംഭവങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ലുക്ക് എന്നൊക്കെ പറയുന്നത്. തലയുടെ, അതായത് പണ്ടത്തെ ബില്ല അസൽ മോഡലൊക്കെ പരിപാടികളുണ്ടല്ലോ, ആ പരിപാടി ലുക്ക് വരെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 10-15 കൊല്ലം 10-18 കൊല്ലം കണ്ടായി ആ ഒരു ലുക്കൊക്കെ കീപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പടത്തിലേക്ക് വരുമ്പോ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ഫാൻ ബോയ് സംഭവം എന്ന നിലയ്ക്ക് തന്നെയാണ് എല്ലാവരും ഇതിനെ കൊണ്ടാടുന്നതൊക്കെ. ഉദാഹരണം പറയുകയാണെങ്കിൽ രജനീകാന്തിന് പേട്ട പോലെ, അല്ലെങ്കിൽ വിജയ്ക്ക് തെരി, അതുപോലെ തന്നെ മെർസലൊക്കെ പോലെ തന്നെ ഒരു ഫാൻ ബോയ് സംഭവം തന്നെയാണ് ഇതിൽ ആദിക് രവിചന്ദർ പണ്ണാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. സോ ഇതിന്റെ ടീസർ കണ്ടിട്ട് ഇതിനെ കുറിച്ച് ബാക്കി സംസാരിക്കാം. 1 മിനിറ്റ് 30 സെക്കൻഡുള്ള ടീസറാണ്. ടീസർ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓ, എന്റെ മോനെ, എന്റെ അമ്മോ, ഇപ്പൊ തന്നെ 3-4 ലുക്ക് കഴിഞ്ഞു. ബില്ല ഇതെന്ത് മാഡ് മാക്സോ? എന്റെ അമ്മോ, GV പ്രകാശ് കുമാർ. ഡാർക്ക് അയ്യോ, ആദിക് രവിചന്ദ്രൻ. എന്റെ അമ്മോ, മണി ഹീസ്റ്റ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇതില്, ആ ഒരു ലുക്കൊക്കെ. April 10th കൺഫേം. പൊളി സാധനം, ഒരു 1.5 പൊളി എന്നൊന്നും പറഞ്ഞാൽ പോരാ, വേറെ ലെവൽ ടീച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇന്റർനാഷണൽ അപ്പീലുള്ള പടം ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് വിശാലിന്റെ ഇതിന് മുമ്പത്തെ ആ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദിക് രവിചന്ദ്രന്റെ ആ ഒരു പടം അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു AK സംഭവം എന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ SJ സൂര്യനെയും വിശാലിനെയും അഴിഞ്ഞാടം വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ AKനെ അങ്ങോട്ട് പൂണ്ട് വിളയാടം വിട്ടിരിക്കുകയാണ് ഇതിൽ ആദിക് രവിചന്ദ്രൻ. മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ AKയുടെ ഗെറ്റപ്പ് ചേഞ്ചുകളാണ്. എത്ര ലുക്കിലാണ്, ഇതിലൊരു 5-6 ലുക്കെങ്കിലും മിനിമം ഈ ടീച്ചറിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഈ ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു മാരക ലുക്കുകൾ ഫാൻസിനൊക്കെ കൊണ്ടാടാൻ പറ്റുന്ന റേഞ്ചിൽ പണി വെച്ചിട്ടുണ്ട് മൂപ്പര്. സോ ഡയലോഗുകളും അതുപോലെ തന്നെയാണ്. ഡയലോഗുകൾ ഒരുപാട് ഇപ്പോൾ ഈ റീസെന്റ് കാലഘട്ടത്തിൽ ഫുള്ള് തല സമാധാനപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഗുഡ് തിങ്സ് ഒക്കെയാണ് പടങ്ങളിൽ കൂടെ എന്താ പറയുക ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ ഡയലോഗ്സ് മൊത്തം നെഗറ്റീവ് ഷെയ്ഡ് പരിപാടികളാണ്. എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ അതൊക്കെ നമ്മളൊരു സമയത്ത് ചെയ്യണം ബേബി എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്. പൊളി സാധനം. പിന്നെ അതുപോലെ ജയിലിനകത്തുള്ള ഒരുപാട് സീക്വൻസുകൾ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അപ്പം മോസ്റ്റ്ലി ഫ്ലാഷ് ബാക്ക് സീക്വൻസുകൾ ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ പ്രസന്റ് സിറ്റുവേഷൻസ് ഒരുപാടുണ്ടാവും. AK എന്ന് പറയുന്ന ഒരു ഡ്രാഗണാണ്, റെഡ് ഡ്രാഗൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അത്രയും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് AK ഇതിനകത്ത് വരുന്നത്. സോ വില്ലൻ ആരാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഈ ഒരു പടത്തിനെ കുറിച്ചിട്ട്. ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട്, അത്യാവശ്യം 1-2 പാട്ടിന്റെ സീക്വൻസുകൾ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മെർസലിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഫ്രെയിമുകൾ ഈ ഒരു പടത്തിലെ ഒരു പാട്ടിലുണ്ട്. ഫുള്ള് റെഡിന്റെ നടുക്ക് വൈറ്റോ അങ്ങനെ എന്തൊക്കെ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ട് പട്ടയെന്ന് പറഞ്ഞിട്ടാണ് ടീസർ കട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടീസറും ട്രെയിലറൊക്കെ വരുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്നതുപോലെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന സാധനങ്ങൾ എന്നൊക്കെ മനസ്സിലാവും. ഇതിന്റെ ടെറൈൻ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇതിന്റെ കട്ട്സ് ഒക്കെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കുറെ ആക്ഷൻ സീക്വൻസുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ കഥാ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഇതിന്റെ ടെറൈൻ എങ്ങനെയാണ് ഇവര് ഡീൽ ചെയ്യുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഓരോ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഓരോ സ്റ്റോറി ഒന്നും മെനഞ്ഞെടുക്കാനൊന്നും പറ്റില്ല. അത് വലിയൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
കാരണം ഏപ്രിൽ 10 വരെ നമുക്കിതിങ്ങനെ ഇത് പിടിച്ചിങ്ങനെ നിൽക്കണം. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഇനി സോങ്സ് റിലീസ് ആവാണ്ട് ഒരുപാട് അപ്ഡേറ്റ്സ് വരാനുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.